ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ തന്നെ അപ്സരയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ അന്നു മുതൽ ഏറ്റെടുക്കാറുണ്ട്. ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ കുടുംബം വേർപിരിയുമെന്ന് പലപ്പോഴും ആരാധകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നടി വീണ നായർ, നടി ആര്യ തുടങ്ങിയവരൊക്കെ തന്നെയും ഇതിന് ഉദാഹരണമാണെന്ന് പ്രേക്ഷകർ പറയുന്നു. എന്നാൽ ഇപ്പോൾ അപ്സരയുടെ ജീവിതവും ഇങ്ങനെയായത് ബിഗ് ബോസിന് ശേഷമാണ് എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിന് ശേഷം കുറേയധികം നാളുകൾ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ അകത്ത് കഴിഞ്ഞ നാളുകളായിരുന്നു എന്ന് അപ്സര വെളിപ്പെടുത്തുന്നു. അത്തരം ഇരുണ്ട് നിറഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അപ്സര പറയുന്നത്. അപ്സരയും ആൽബിയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന ചോദ്യത്തിനല്ല ഇതിനുള്ള ഉത്തരം. ആ സമയത്താണോ ഇവർ വേർപിരിഞ്ഞതെന്നും അപ്സര വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ചധികം നാളുകൾ അതിൽ നിന്നും റിക്കവർ ആവാൻ സമയമെടുത്തു എന്നാണ് അപ്സര പറയുന്നത്. ആരോടും സംസാരിക്കാതെ മിണ്ടാതെ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ കഴിയുകയായിരുന്നു അപ്സര എന്നാണ് ബിഗ് ബോസ് കഴിഞ്ഞ നാളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത്. താൻ അനുഭവിക്കേണ്ട കാര്യങ്ങളല്ല താൻ അനുഭവിച്ചത്, താൻ കേൾക്കേണ്ട കാര്യങ്ങളല്ല താൻ കേട്ടത്. അതാണ് തന്റെ വിഷമവും. അതാണിപ്പോൾ അപ്സര വെളിപ്പെടുത്തുന്നത്. ഞാൻ പോലും ചെയ്യാത്ത കുറ്റങ്ങൾ ഞാൻ പഴികേൽക്കേണ്ടി വന്നു. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ എന്റെ തലയിലേക്ക് വന്നു. അതൊന്നും എനിക്ക് സഹിക്കാനായില്ല. എനിക്ക് തിരിച്ചു പൊരുതാനായില്ല. ഞാൻ തളർന്നുപോയി. അങ്ങനെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി. ആ ഒരു അവസ്ഥ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അപ്സര പറയുന്നത്. അപ്സരയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു സമയത്തായിരിക്കണം ആൽബിയുമായി വേർപിരിഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും വേർപിരിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറയാം. തമ്മിൽ ഫോളോ ചെയ്യുന്നില്ല എന്നും ചിത്രങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല എന്നും പ്രേക്ഷകർ കണ്ടുപിടിച്ചതിന് ശേഷവും ഇതുവരെ അപ്സര ചിത്രങ്ങൾ പങ്കുവെക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരാധകരോട് പറയാനൊരു മടി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്സര മിണ്ടാതിരിക്കുന്നത്. ശരി, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന ആരാധകരും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അപ്സരയുടെ മുഖത്തെ സങ്കടം കാണുമ്പോഴാണ് പ്രേക്ഷകർ അത് സമ്മതിച്ചു പോകുന്നത്. അപ്സരയും ആൽബിയും തമ്മിൽ വിവാഹിതരായപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ പ്രേക്ഷകരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആരാധകർക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്സരയുടെയും ആൽബിയുടെയും വാർത്തകൾ അറിയാൻ. എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന അപ്സര ഇപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോമായി എത്തിയിട്ട് തന്നെ മാസങ്ങളായി. ആൽബിയുമായി ഒരുമിച്ച് നിന്നപ്പോഴേ സന്തോഷമായിട്ട് എത്തിക്കൊണ്ടിരുന്ന അപ്സര ഇപ്പോൾ എത്താറേയില്ല. ആ സങ്കടമെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷകർ മറുപടി പറയുന്നുണ്ട്. അപ്സരയെ മനസ്സിലാക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അപ്സരയും എത്തുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കാത്ത ചിലരാണ് തന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും അപ്സര പറയുന്നു. എന്നാൽ നിങ്ങൾ വേർപിരിഞ്ഞോ എന്ന് ചോദിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ആൽബിയുടെയും അപ്സരയുടെയും വാർത്തകൾ പ്രേക്ഷകർ ഇരങ്കൈ നീട്ടി സ്വീകരിക്കുന്നതിന് കാരണവും ഇവരോടുള്ള താല്പര്യം തന്നെയാണ്. ഷോ പ്രൊഡ്യൂസറായ ആൽബി അതേ ഷോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്സരയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ഇവർ വിവാഹം കഴിക്കുന്നതുമെല്ലാം. അന്നു മുതൽ ഇവർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.